നാലാമത്തെ ആ ലൈറ്റിൻ്റെ ചാപ്റ്ററില്ലേ, അതിലത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, യെസ്. നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പോയിന്റുകളിൽ ഒന്നാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. പ്രതിപതന നിയമങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടുണ്ടാവണം. അതിൻ്റെ ഫിഗറും നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. അടുത്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ഇമേജസ്. അതായത് n = 360/θ-1 ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഇല്ല, ഈ ഇക്വേഷൻ വെച്ചുള്ള ഒരു പ്രോബ്ലം നോക്കിയിട്ടുണ്ടാവട്ടെ. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അത്. അടുത്തതാണ് നമ്മളുടെ മിറർ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും നോക്കണം. പക്ഷേ മാഗ്നിഫിക്കേഷനും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും കൂടെ നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവണം കേട്ടോ.